ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ഈശോ ഈ ഭൂമിയിൽ ഓരോ അത്ഭുതവും ചെയ്യുന്നത് തന്നിലുള്ള ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. രോഗികളെ സുഖപ്പെടുത്തുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതുമൊക്കെ അവന്റെ കഴിവിൽ മാത്രം ആശ്രയിച്ചല്ല, മറിച്ച് പിതാവായ ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുൻപ് തന്റെ ജീവിതത്തിലെ ഈ ഒരു കാര്യം ഈശോ ഏറ്റുപറയുന്നത്. അവനിൽ പിതാവായ ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഈ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ പ്രവൃത്തിയും അവൻ ചെയ്തിരുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് ഇതേ ശക്തിയാട്ടോ. നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. എന്റെ ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അവൻ എനിക്ക് നൽകുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുക. ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയുമ്പോൾ അവൻ എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അതിന്റെ പൂർണ്ണതയിലെത്തുക. തമ്പുരാന്റെ സംരക്ഷണം എനിക്കുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവൻ ഒരിക്കലും നിരാശപ്പെടത്തില്ല. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അവൻ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകും. കാരണം എന്റെ ദൈവം എന്നെ സംരക്ഷിക്കും. അവൻ എന്റെ കൂടെയുള്ളപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ ഞാൻ നിരാശപ്പെടുകയില്ല. കാരണം എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് ശക്തനായ ഒരു ദൈവം എനിക്കുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടോ? പലപ്പോഴും ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോയി നിരാശയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മളൊക്കെ ക്രിസ്ത്യാനികളെ കേട്ടോ. മാമോദീസായിലൂടെ ദൈവപുത്രന്റെ സ്ഥാനം നമുക്ക് ലഭിക്കുമ്പോൾ ആ ദൈവം അപ്പനായിട്ട് എൻ്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. ദൈവത്തിന് എൻ്റെ ഈശോയ്ക്കുണ്ടായിരുന്ന ഈ ഒരു ഉറപ്പ് എൻ്റെ ജീവിതത്തിലുണ്ടോ? എന്റെ കൂടെ എന്നെ സംരക്ഷിക്കുന്ന, എനിക്ക് ശക്തി പകരുന്ന എന്റെ ദൈവമുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട്, ആ വിശ്വാസത്തില് അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുവാനായിട്ട്, ഈ ഭൂമിയിൽ എപ്പോഴും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.